ദൈവത്തിൻ്റെ സ്തോത്രം. ഈ വർഷത്തിൻ്റെ അവസാന മാസത്തിൽ ഇപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷ പ്രസംഗ യോഗവും ദൈവിക രോഗശാന്തി ശുശ്രൂഷയും അതിനോടനുബന്ധിച്ച് ഈ 2-ാം ദിവസം പകൽക്കാലം ഒരു അധ്യാപക യുവജന ക്യാമ്പിനെയും സ്വർഗം ദാനമായി നൽകിയതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാം ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കിയ നിമിഷം മുതൽ ഇത്രത്തോളം സമയം സ്വർഗീയ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ വലിയവനാ ദൈവം നമ്മെ സഹായിച്ചു. ഓരോ ശുശ്രൂഷയിൽ കൂടെ കർത്താവ് നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നല്ലോ. ആ സന്തോഷമുള്ള കുട്ടികളാണല്ലോ. ഒരിക്കൽ കൂടെ ആ സന്തോഷത്തോടെ ഇത്രത്തോളം സമയം എൻ്റെ യേശു അപ്പൻ എന്നെ അനുഗ്രഹിച്ചു, ഇനിയും അനുഗ്രഹിക്കും. ആ സന്തോഷമുള്ള കുഞ്ഞുങ്ങൾ ശക്തിയോടെ 3 ഹല്ലേലൂയ വിളിച്ചാട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പല പാട്ടുകൾ പാടി. അതിൽ ഒരു പാട്ട് നാം ഇങ്ങനെയാണോ, അവിടുത്തെ ശക്തി ഒട്ടും കുറഞ്ഞു പോയിട്ടില്ല. ആ ശക്തിയുടെ മുൻപിൽ ഭൂതങ്ങൾ അലറി ഓടുന്നു എന്ന്. പല പൈശാചിക ഭൂതങ്ങൾ അലറി ഓടി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അലറി ഓടി. അതനുഭവിച്ച കുഞ്ഞുങ്ങളാണല്ലോ, ദൈവമക്കളാണല്ലോ നാം ഓരോരുത്തരും. ഇനിയും ഭൂതം അലറി ഓടും, അതാണ് വിശ്വാസം. ഒരു സ്ഥലത്തോ ഒരു ദേശത്തോ ഭൂതത്തിൻ്റെ ഉപദ്രവമുണ്ടെന്ന് കേട്ടപ്പോൾ ഒരാൾ കുരിശും പിടിച്ചോ ഇങ്ങനെ ആ ഭൂതത്തെ ഓടിച്ചുകൊണ്ട് പോവുകയാണ്. ഈ കുരിശ് കാണുമ്പോൾ ഈ ഭൂതം പുറകോട്ട് ഓടിപ്പോകും. ദൈവത്തിന് വലിയ സന്തോഷമാണ്. ഇങ്ങനെ ഭൂതത്തെ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ അവിടെ നിന്ന് ഒരു ഭൂതം കുരിശും പിടിച്ച് ഇങ്ങോട്ട് വരിക. ഇനി ഒരു ഭൂതം ഇവിടെ വരികയില്ല. കുരിശും പിടിച്ച് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു ഭൂതം അവിടെ നിന്ന് കുരിശും പിടിച്ച് ഇങ്ങോട്ട് വരുന്നു. ഇല്ല, കുട്ടികൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ സകല ഭൂതങ്ങളും സകല പൈശാചിക ശക്തികളും വിട്ടുപോയി സന്തോഷത്തോടെ വീണ്ടും ഹല്ലേലൂയ വിളിച്ചാട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. സദൃശ്യവാക്യങ്ങൾ 25-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ, വെള്ളിയിൽ നിന്ന് കീടം നീക്കിക്കളഞ്ഞാൽ തട്ടാൻ ഒരു ഉരുപ്പടി കിട്ടും. രാജസന്നിധിയിൽ നിന്ന് ദുഷ്ടനെ നീക്കിക്കളഞ്ഞാൽ അവന്റെ സിംഹാസനം നീതിയാൽ സ്ഥിരപ്പെടും. ദൈവനാമത്തിന് മഹത്വം. ഒരു നല്ല ലോഹം കിട്ടണമെങ്കിൽ കീടം മാറ്റപ്പെടണം. കീടം മാറുമ്പോൾ ഒരു നല്ല ലോഹം ദൈവത്തെ. ഇതുപോലെ രാജസന്നിധിയിൽ നിന്നും ദുഷ്ടനെ നീക്കിക്കളഞ്ഞാൽ രാജാവിരിക്കുന്ന ആ സിംഹാസനം സ്ഥിരപ്പെടും എന്നാണ് ഇവിടെ നാം വായിച്ച് കേട്ടത്. ഈ കീടം മാറുമ്പോൾ ഒരു നല്ല ലോഹം ലഭിക്കുന്നു. അതുപോലെ രാജസന്നിധിയിൽ നിന്നും ഈ ദുഷ്ടനെ നീക്കിക്കളഞ്ഞാൽ നാം ഒരു നല്ല ലോഹം പോലെ മാറ്റപ്പെടും. ഓരോ ശുശ്രൂഷയിൽ കൂടെ നമ്മിലുള്ള ഈ കീടങ്ങളെ യേശുപ്പച്ചൻ്റെ രക്തം, വചനം, പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്നൊക്കെ ആ കീടത്തെ നീക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയും നമ്മെ ഒരു നല്ല ലോഹമാക്കി തീർക്കുവാൻ യേശുപ്പച്ചൻ ആഗ്രഹിക്കുക. ഇന്നലെ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിച്ച് കിടന്നപ്പോൾ ഉറക്കത്തിലാണ് ഈ വാക്യം ദൈവം എനിക്ക് തന്നത്. എനിക്ക് വലിയ സന്തോഷമായി.
എൻ്റെ പ്രിയനോ ഉറക്കത്തിൽ കൊടുക്കുമെന്ന്. മലയാള ബൈബിളിൽ ഉറക്കത്തിൽ കൊടുക്കും, ഇംഗ്ലീഷിൽ ഉറക്കം കൊടുക്കും. ഉറക്കവും തന്നു, ഉറക്കത്തിന് കർത്താവ് തന്നു. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ മാതൃസഭയിൽ ഇങ്ങനെ നടത്തിപ്പുകാരായ അപ്പച്ചന്മാരുടെയും മറ്റു ശുശ്രൂഷകരുടെയും ദൈവമക്കളുടെയും മുൻപിൽ, കുട്ടികളുടെ മുൻപിൽ ഒരു സാക്ഷിയായി നിൽപ്പാൻ കർത്താവ് കൃപ നൽകി. ഞാനിവിടെ ഇരുന്നപ്പോൾ എൻ്റെ പൂർവ്വകാലങ്ങളെ ഒന്ന് അയവിറക്കുകയുണ്ടായി. അങ്ങനെ ഒരു ചിന്ത എന്നെ ഭരിക്കാൻ കാരണം, ഈ ഉണർവിൻ്റെ സമയത്തോ ഞാൻ ഈ കുട്ടികളെ നോക്കിയപ്പോൾ ചില കുട്ടികൾ ഇങ്ങനെ പൊട്ടിക്കരയുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. ഉടനെ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി. ഞാനും എൻ്റെ സ്നേഹിതനായ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുന്ന ബെന്നിച്ചായൻ്റെ രണ്ടാമത്തെ മകൻ ബ്രദർ സിബുവും ഞാനും കൂടെ വിശ്വാസ ഭവനത്തിലേക്ക് ഒരു ദിവസം വന്നപ്പോൾ അന്നത്തെ നടത്തിപ്പുകാരൻ ഞങ്ങളെ വിളിച്ചു അല്പനേരം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രദർ സിബു, അദ്ദേഹം വിദേശത്ത് നിന്നും ഇവിടെ വന്നിട്ടുണ്ടോ, ദൈവസന്നിധിയിൽ ഇങ്ങനെ പൊട്ടി കരയുകയാണ്. തൻ്റെ കവിൾത്തടങ്ങളിൽ കൂടെ കണ്ണുനീർ ഒഴുകുന്നു. ഞാനാണെങ്കിൽ എൻ്റെ കണ്ണിൽ കുത്തിയാൽ പോലും കണ്ണുനീർ വരുന്നില്ല, അതേപോലെ ഇരിക്കുക. അപ്പോൾ ഈ നടത്തിപ്പുകാരൻ പറഞ്ഞു, 2 വ്യക്തികൾ പ്രാർത്ഥിപ്പാൻ ആലയത്തിലേക്ക് പോകും. ഒരു വ്യക്തി മാറത്തടിച്ചു, പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞു. ഇവിടെ ആ 2 വ്യക്തികളും ഉണ്ടോ ഇല്ലയോ, അതോ ഒരു വ്യക്തിയേ ഉള്ളോ? ഒരു ചോദ്യം. എനിക്ക് മനസ്സിലായി, ദൈവമേ, ഞാൻ ആ പരീക്ഷനെ പോലെയാണല്ലോ. എനിക്കൊരു ചുങ്കക്കാരനായി തീരുവാൻ ആഗ്രഹമുള്ളൂ. ഞാൻ നോക്കുമ്പോൾ ഈ ദൈവദാസൻ്റെ വാക്കുകളും ബ്രദർ സിബുവിൻ്റെ കണ്ണുനീരും കണ്ടപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഒരു തകർക്കപ്പെട്ട അനുഭവം കർത്താവ് നൽകണം. ദൈവസന്നിധിയിൽ ഞാൻ എന്നെ താഴ്ത്തി മുട്ടുമടക്കി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കല്ലായ ഹൃദയം ഉടഞ്ഞു. ഞാനും അറിയാതെ ദൈവസന്നിധിയിൽ കരയുവാനിടയായി തീരും. ഇതൊരനുഭവം. ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയതിന് ശേഷം ഒരു സ്ഥലത്തോ കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ അവിടെ ഒരു കുട്ടിയെ മാതാപിതാക്കൾ അവിടെ കൊണ്ടുവന്നു ഹേത്തമിൽ ഏൽപ്പിച്ചു പോയി. അപ്പോൾ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ ഞാൻ ആ കുഞ്ഞിനെ വിളിച്ചു, കുറച്ചു നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. ഒരു ചെറിയ കുട്ടിയാണ്. പ്രാർത്ഥിക്കുമ്പോൾ ഈ കുഞ്ഞും അറിയാതെ കരയുകയാണ്, അറിയാതെ വാവിട്ട് കരയുന്നു. ഞാനും ആ കരച്ചിൽ കണ്ടു, ഞാനും അത് കേട്ടു, കൂടെ കരഞ്ഞു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ചോദിച്ചു, മോനെ എന്തിനു വേണ്ടിയാണ് കരഞ്ഞതോ? കുട്ടി പറയുകയാണ്, യേശുപ്പച്ചൻ്റെ സ്നേഹം ഓർത്തത് ഞാൻ കരഞ്ഞതാണ്. വേറൊന്നും അറിയുകയില്ല, യേശുപ്പച്ചൻ്റെ സ്നേഹം ഓർത്ത് കരയുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയ കുഞ്ഞുങ്ങളെ, യേശുപ്പച്ചൻ്റെ സ്നേഹത്തെ ഓർത്തു ഇന്ന് പകൽക്കാലം കരഞ്ഞ കുട്ടികൾ കരങ്ങൾ ഉയർത്തി ദൈവസന്നിധിയിൽ ഒന്ന് സ്തോത്രം ചെയ്യാമോ? ദൈവസന്നിധിയിൽ കരങ്ങൾ നന്നായിട്ടൊന്ന് ഉയർത്തിയാട്ടെ കുട്ടികൾ. അനേക കുട്ടികൾ കരഞ്ഞ ദൈവസന്നിധിയിൽ സന്തോഷിപ്പാനിടയായി. ഇനിയും കർത്താവിൻ്റെ സന്നിധിയിൽ ആ സ്നേഹത്തെ ഓർത്ത് കരയുവാൻ ദൈവമായി കർത്താവ് അവിടുന്ന് കൃപ ചെയ്യുമാറാകട്ടെ. സ്തോത്രം. നാം ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ ദൈവം ആത്മാവാണ്. നമുക്കറിയാം, ദൈവം ആത്മാവാണ്. ആത്മാവായ ദൈവത്തിന് വസിക്കുവാൻ ഒരു ഭവനം വേണം. അപ്പോൾ തന്നെ പിശാചിനും ഒരു ഭവനം വേണം. 2 പേർക്കും ഓരോ ഭവനം വേണം. തെളിവുകൾ നമുക്കറിയാം. ദൈവത്തിന് വസിപ്പാനുള്ള ഭവനം സദൃശ്യവാക്യങ്ങൾ 8-ന്റെ 12-ാമത്തെ വാക്യത്തിൽ
ജ്ഞാനം എന്ന ഞാൻ സൂക്ഷ്മബുദ്ധിയെ എൻ്റെ പാർപ്പിടമാക്കുന്നു. യേശു അപ്പച്ചൻ്റെ പല പേരുകളിൽ ഒരു പേര് ജ്ഞാനം എന്നാണ്. അവൻ നമുക്ക് ദൈവത്തിൽ നിന്നും ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. അപ്പോൾ യേശു അപ്പച്ചൻ്റെ അനേക പേരുകളിൽ ഒരു പേര് ജ്ഞാനം. അപ്പോൾ കർത്താവിന് യേശു അപ്പച്ചന് വസിക്കുവാൻ ഒരു വീട് വേണം. ഇതുപോലെ പിശാചിനും വസിക്കുവാൻ ഒരു വീട് ആവശ്യമായിരിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 43-ഉം 44-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ, അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു, കണ്ടെത്തുന്നില്ല. താനും ഞാൻ പുറപ്പെട്ടു പോന്ന എൻ്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലും. അപ്പോൾ പിശാചിന് താമസിക്കാൻ ഒരു വീട് വേണം. അപ്പോൾ തന്നെ ദൈവത്തിനോ യേശു അപ്പച്ചന് താമസിക്കാൻ ഒരു വീട് വേണം. ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നു. ഞാൻ എൻ്റെ ശരീരമാകുന്ന ഈ വീടിനെ, എൻ്റെ മനസ്സിനെ, എൻ്റെ ചിന്തയെ, എൻ്റെ ഹൃദയത്തെ, അല്ലെങ്കിൽ എൻ്റെ ദേഹം, ദേഹി, ആത്മാവിനെ, ഞാനാകുന്ന വീടിനെ ഞാൻ പിശാചിന് താമസിക്കാൻ കൊടുക്കുകയില്ല. എന്നാൽ ഞാൻ മറ്റൊരു വ്യക്തിക്ക് കൊടുക്കും. ഞാൻ എൻ്റെ യേശു അപ്പച്ചന് എൻ്റെ വീട്, എൻ്റെ ശരീരത്തെ, എൻ്റെ ഹൃദയത്തെ, എൻ്റെ മനസ്സിനെ കൊടുക്കും. ആ കുട്ടികൾ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ സന്തോഷത്തോടെ ദൈവമക്കൾ ഉൾപ്പെടെ ഹല്ലേലൂയ വിളിച്ചാട്ടോ. ഹല്ലേലൂയ. ഇന്ന് ഈ യൂത്ത് മീറ്റിങ്ങിൽ നാം യേശു അപ്പച്ചൻ്റെ ഭവനമായി വീണ്ടും നമ്മെ തന്നെ സമർപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. സ്തോത്രം. ഇവിടെ നാം വായിച്ച കുറുവാക്യത്തിൽ ഒരു നല്ല ലോഹം കിട്ടണമെങ്കിൽ അതിൽ നിന്നും കീടങ്ങൾ മാറ്റപ്പെടണം. ഇതുപോലെ യേശു അപ്പച്ചനാകുന്ന രാജാതി രാജാവാകുന്ന നമ്മുടെ കർത്താവ്, നമ്മുടെ ഹൃദയമാകുന്ന നമ്മുടെ മനസ്സാകുന്ന ആ സിംഹാസനത്തിൽ, ഹൃദയത്തിൽ എന്നേക്കുമായി വസിക്കണമെങ്കിൽ ദുഷ്ടനെ നീക്കിക്കളയണം. ദുഷ്ടനെ നീക്കിക്കളയുമ്പോൾ നമ്മുടെ സിംഹാസനം, യേശു അപ്പച്ചൻ്റെ ആ സിംഹാസനം സ്ഥിരപ്പെടും. ഈ ക്യാമ്പ്, ഈ യൂത്ത് മീറ്റിങ്ങോ ദുഷ്ടനെ നമ്മിൽ നിന്നും നീക്കിക്കളയുവാനുള്ള ഒരു യൂത്ത് മീറ്റിംഗ്. എന്നിൽ നിന്നും ഞാനിവിടെ ഇരുന്നപ്പോഴും അറിയാതെ ദൈവസന്നിധിയിൽ കരഞ്ഞ കർത്താവേ, ആദ്യമായി ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നതിന് മുൻപേ എന്നെ അനുഗ്രഹിക്കണം. കാരണം എൻ്റെ ജീവിതത്തിലും അനേക ദുഷ്ട സ്വഭാവങ്ങളുണ്ടോ. എന്നിൽ നിന്നും ഈ കീടത്തെ, ഈ ദുഷ്ടനെ നീക്കണം. കാരണം സർവ ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. 1 യോഹന്നാൻ 5:18 വാക്യം നാം വായിക്കുമ്പോൾ, സർവലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ദുഷ്ടലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ആ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ എന്നെ, കുഞ്ഞുങ്ങളെ, നമ്മെ, അധ്യാപകരെ ഓരോരുത്തരെയും സൂക്ഷിക്കണം. ഒന്ന് വായിക്കണമേ. നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു, സർവലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. സർവലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. നാം ജീവിക്കുന്നത് ഒരു ദുഷ്ടലോകത്തിലാണ്. കീടങ്ങൾ അധികമായിട്ട് വരാൻ സാധ്യതയുള്ള ലോകത്തിലാണ് ജീവിക്കുന്നത്. എനിക്ക് ഇന്നത്തെ ആധുനികമായ മറ്റു വിഷയങ്ങളെക്കുറിച്ചൊന്നും വലിയ അറിവൊന്നും എനിക്കില്ല. എന്നാൽ ഒരു മീറ്റിങ്ങിൽ ഒരു വ്യക്തി ഇന്നത്തെ ആധുനിക ലോകത്തിൽ പിശാച് യുവാക്കന്മാരെ, കുഞ്ഞുങ്ങളെ വഞ്ചിക്കുന്ന ചില വിഷയങ്ങളെക്കുറിച്ച് ഒരു ക്ലാസ് എടുക്കുകയായിരുന്നു.
ക്ലാസ് എടുക്കുകയായിരുന്നു. കുട്ടികളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണമേ. ആ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തി എനിക്ക് ഫോൺ ചെയ്തു. ഇപ്രകാരമാണ് പറഞ്ഞതൊക്കെ നല്ല കാര്യമാണ്, ഞങ്ങൾ സമ്മതിക്കുന്നു. എന്നാൽ അത്രയും പറയേണ്ട ആവശ്യമില്ലായിരുന്നു. കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല, കാരണം ഞങ്ങൾക്കൊക്കെ ഇതെല്ലാം അറിയാം. ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് അത്രയും പറയേണ്ട ആവശ്യമില്ലായിരുന്നു. അതെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ ലോകത്തിൽ നമ്മെ വഞ്ചിക്കുന്ന കീടങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നന്നായിട്ടറിയാം. നാം വിദ്വാൻമാരാണ്. യേശു കുഞ്ഞ് ജനിച്ചപ്പോൾ നക്ഷത്രം കണ്ടപ്പോൾ വിദ്വാൻമാർക്ക് മനസ്സിലായി, നാമൊക്കെ ആരാണ്? വിദ്വാൻമാരാണ്. നക്ഷത്രം കണ്ടാൽ മതി, കാര്യം പൊരുളോ മനസ്സിലാകുന്ന കുട്ടികളാണ്. ആകയാൽ നമ്മെ ഏതൊക്കെ കീടങ്ങളാണ് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നതോ, യേശുവപ്പച്ചൻ ആ രാജാവ് നമ്മുടെ ഹൃദയത്തിൽ നമ്മിൽ വസിക്കാതെ നമ്മെ നശിപ്പിക്കുന്ന കീടങ്ങൾ ഏതൊക്കെയാകുന്നു നമുക്കറിയാം. നാം ചില വചനങ്ങൾ വായിച്ചോ. ഒരിക്കൽ കൂടി നമ്മുടെ അപ്പച്ചന്മാരൊക്കെ നമ്മെ പഠിപ്പിച്ച വിഷയമാണ്. നാം ഒരിക്കൽ കൂടെ ഒന്ന് അയവിറക്കി ഈ ഭാഗം അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യേശു അപ്പച്ചൻ്റെ മുൻപിൽ ആ കുഞ്ഞു പൊട്ടിക്കരഞ്ഞു. ഇവിടെ ഇരിക്കുന്ന പല കുട്ടികൾ കരഞ്ഞു. ഞാനും ദൈവസന്നിധിയിൽ എന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിൻ്റെ സ്നേഹം എൻ്റെ ഹൃദയത്തെ നിറച്ചുവെങ്കിൽ ഒരു പാട്ടിൻ്റെ വരി നമുക്കറിയാം. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. ഒരു ചോദ്യം ചോദിക്കട്ടെ, തക്ക സമയം ഏതാണെന്നറിയാമോ? തക്ക സമയം ഇന്നോ, നാളെ തക്ക സമയമാണ്, അടുത്ത ആഴ്ചയിലും. ഇന്നോ എൻ്റെ കർത്താവ് എന്നെ അനുഗ്രഹിക്കുന്ന ഒരു തക്ക സമയമാണ്. ഞാൻ എൻ്റെ യേശുവപ്പച്ചൻ്റെ മുൻപിൽ എൻ്റെ കീടങ്ങളെ, എൻ്റെ കുറവുകളെ, എൻ്റെ കുറ്റങ്ങളെ എല്ലാം ഞാൻ ഏറ്റു പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ അപ്പച്ചൻ എന്നെ അനുഗ്രഹിക്കും. ആ കുട്ടികൾ വീണ്ടും സന്തോഷത്തോടെ ഹല്ലേലൂയ വെച്ചാട്ടെ. ശക്തിമാനവധാനികൻ ബുദ്ധിമാനാദിനവൻ സത്വഗുണപ്രധാനായി സാധുജനത്തെ. ശക്തിമാനവനധികം ബുദ്ധിമാനദിനവൻ സത്വഗുണപ്രധാനായി സാധുജനത്തെ. എത്രയും ഉയർത്തി ദുഷ്ടരെ നീലം വരെയും താഴ്ത്തിടുന്നതിനായി വാദ്യ യുക്തമാം സ്തുതി കൊടുപ്പിൻ. അവൻ ശക്തിമാനാണ്, ബുദ്ധിമാനാണ്, സത്വഗുണപ്രധാനൻ. സാധുജനത്തെ എത്രയും ഉയർത്തി, അപ്പോൾ തന്നെ ദുഷ്ടരെ നിലം വരെയും താഴ്ത്തിടുന്നതിനാൽ വാദ്യ യുക്തമാം സ്തുതി കൊടുപ്പിൻ. സന്തതം സ്തുതി ചെയ്യുവിൻ വരണേ. ദൈവസന്നിധിയിൽ നാം നമ്മെ തന്നെ താഴ്ത്തുമ്പോൾ ശക്തനായ ദൈവം, ബുദ്ധിമാനായ ദൈവം, സത്വഗുണപ്രധാനായ ദൈവം എന്നെ അനുഗ്രഹിക്കും, എന്നെ ഉയർത്തും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മെ തെറ്റിക്കുന്ന ചില കീടങ്ങളെ കുറിച്ച് നാം വചനത്തിൽ കൂടെ ചിന്തിപ്പാൻ താല്പര്യപ്പെടുന്നു. സ്തോത്രം. ഒന്നാമത്തെ വിഷയം പുറപ്പാട് പുസ്തകം 14 അധ്യായത്തിൻ്റെ 23 മുതൽ നാം 24-25 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഫറവോന്റെ കുതിരയും രഥങ്ങളും കുതിരപ്പടയും എല്ലാം അവരുടെ പിന്നാലെ കടലിന്റെ നടുവിലേക്ക് ചെന്നു. പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘ സ്തംഭത്തിൽ നിന്നു മിസ്രയീമ്യ സൈന്യത്തെ നോക്കി മിസ്രയീമ്യ സൈന്യത്തെ താറുമാറാക്കി അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ച് ഓട്ടം പ്രയാസമാക്കി. അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ചു ഓട്ടം പ്രയാസമാക്കി. അതുകൊണ്ട് മിസ്രയീമ്യർ നാം ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോകാം,
യഹോവ അവർക്ക് വേണ്ടി മിസ്രൈമ്യരോട് യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഈ വാക്യത്തിന്റെ അർത്ഥം. അക്ഷരീകമായ രഥം, അക്ഷരീകമായ അശ്വം, കുതിരകൾ, അക്ഷരീകമായ കാലാൾപ്പട ഇസ്രായേൽ മക്കളെ പിന്തുടർന്നു അവരെ നശിപ്പിക്കുവാൻ വന്നുവെങ്കിൽ യഹോവയായ ദൈവം അവരെ അഗ്നിയിൽ കൂടെ, മേഘങ്ങളിൽ കൂടെ ആ രഥങ്ങളെ നോക്കി അവരുടെ ആ രഥത്തിൻ്റെ താളത്തെ, ചക്രത്തിൻ്റെ താളത്തെ തെറ്റിച്ചുവെങ്കിൽ ഇന്നോ പകൽക്കാലം നമ്മുടെ മനസ്സിൽ കൂടെ ഓടുന്ന, നമ്മുടെ ചിന്തയിൽ കൂടെ ഓടുന്ന, നമ്മുടെ ഹൃദയത്തിൽ കൂടെ, ശരീരത്തിൽ കൂടെ ഓടുന്ന, നമ്മെ പരാജയപ്പെടുത്തുവാൻ അതിശീഘ്രത്തോടെ ഓടുന്ന ചില രഥ സൈന്യങ്ങളുണ്ടോ, ചില ശക്തികളുണ്ടോ, അതിനെ പരാജയപ്പെടുത്തുവാൻ രഥം, അഗ്നിയും മേഘവും ആവശ്യമായിരിക്കും. ഇവിടുന്ന് വായിച്ചതോ, യഹോവയായ ദൈവം ഇതിനെ നോക്കി ഇതിൻ്റെ ഈ താളത്തെ തെറ്റിക്കുവാൻ അഗ്നിയിൽ കൂടെ, മേഘങ്ങളിൽ കൂടെ നോക്കി. നമുക്കറിയാം, പരിശുദ്ധാത്മാവാണ് ഈ അഗ്നി എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ കൃപയാണ് ഈ മേഘം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പ്രാർത്ഥനയിൽ, ഈ യൂത്ത് മീറ്റിംഗിൽ പരിശുദ്ധാത്മാവിനാലും ദൈവകൃപയാലും എന്നിൽ കൂടെ എന്നെ പരാജയപ്പെടുത്തുവാൻ ശത്രു കൊണ്ടുവന്ന ആ കീടങ്ങളെ, രഥങ്ങളെ യേശു ഇന്ന് പകൽക്കാലം എനിക്ക് വേണ്ടി ക്രൂശിൽ പരാജയപ്പെടുത്തി. വിശ്വസിക്കുന്നുവോ? കുട്ടികൾ കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. സ്തോത്രം. മുൻപോട്ട് ഓടാൻ അനുവദിക്കാതെ, ആത്മീകമായി മുന്നേറാൻ അനുവദിക്കാതെ, എൻ്റെ ആത്മീക ജീവിതത്തെ നശിപ്പിക്കുന്ന ആ കീടത്തെ, ആ ദുഷ്ടശക്തിയെ ഇന്നോ ഈ യോഗത്തിൽ ഓരോ ശുശ്രൂഷയിൽ കൂടെ കർത്താവ് അതിൻ്റെ താളത്തെ, ഓട്ടത്തെ അത് തകർത്തിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഒരു ദിവസം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന സർ വിൻസ്റ്റൺ ചർച്ചിൽ, അദ്ദേഹം പഠിച്ച ഹരോ എന്ന് പറയുന്ന സ്കൂളിൽ അദ്ദേഹം പ്രധാനമന്ത്രിയായി തീർന്നപ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസം എടുത്ത് സ്കൂളിൽ സന്ദർശിക്കാൻ ഞാൻ തീരുമാനിച്ചു. അത് സംഘാടകരെ അറിയിച്ചപ്പോൾ ഒരു ദിവസം അതിൻ്റെ തീയതി കൊടുത്തു. ഉടനെ പ്രധാന അധ്യാപകരൊക്കെ പറഞ്ഞു, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഈ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു, ഇന്ന ദിവസം ഇത്രാം തീയതി വരും, നിങ്ങൾ പേനയും നോട്ട്ബുക്കും ഡയറിയുമായിട്ട് വരണം. ഉയരം കുറഞ്ഞൊരു മനുഷ്യൻ. വലിയ സ്വീകരണം കൊടുത്തു. ഈ വ്യക്തി ആ സ്കൂളിൽ വന്നു. ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം എഴുതാൻ വേണ്ടി ഡയറി, ബുക്കുകൾ തുറന്നു, പേനയെടുത്തു. അധ്യാപകരും കുട്ടികളൊക്കെ എഴുതാൻ കാത്തിരിക്കുമ്പോൾ ഈ മാന്യ വ്യക്തി പറഞ്ഞു, കുട്ടികളെ, അരുതോ 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 അരുതോ, ഇത് മാത്രമാണ് പ്രസംഗം. അരുതോ അരുതോ. എല്ലാവരും എഴുതി അരുത് അരുത് അരുത്. വേറൊന്നും പറയുന്നില്ല. കുട്ടികളെ, സംശയം അരുത്. അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ പറയാൻ പോകുന്നു, അരുതോ എന്നുള്ള വാക്കിന്റെ മുൻപിൽ നിങ്ങൾ ചേർക്കണം സംശയം അരുതോ, നിരാശ അരുതോ, ഭയം അരുതോ, കലക്കങ്ങൾ അരുതോ. എന്നെ കൊണ്ട് സാധിക്കും, എന്നെ കൊണ്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ, എൻ്റെ ആത്മീക ജീവിതത്തെ മുൻപോട്ട് പോകാൻ അനുവദിക്കാതെ എന്നിൽ കൂടെ ഉരുളുന്നതായ ആ രഥചക്രങ്ങളെ, അവന്റെ സൈന്യത്തെ നോക്കി താറുമാറാക്കുവാൻ കഴിയുന്ന ഒരുവൻ ഇന്ന് എനിക്ക് വേണ്ടി വന്നിട്ടുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ കരം ഉയർത്തിപ്പിടിക്കാം ധൈര്യത്തോടെ. ഇല്ല, എന്നെ കൊണ്ട് കഴിയും. എൻ്റെ കർത്താവിൻ്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിനാൽ, ദൈവകൃപയാൽ അതിനെ ജയിക്കുവാൻ എൻ്റെ കർത്താവ് എന്നെ സഹായിക്കും.
അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നമുക്കെതിരെ ഉരുളുന്നതായ ചില രഥങ്ങളുണ്ടോ, അതിനെ പരാജയപ്പെടുത്തുക. സ്തോത്രം. ഇനി നമുക്കെതിരെ ഉരുളുന്ന രഥങ്ങളുണ്ടോ, സൈനികരുണ്ടോ, അക്ഷരികമായ കുതിരപ്പടയുണ്ടോ, അതിനെയൊക്കെ ജയിക്കുവാൻ ദൈവം നമുക്ക് മറ്റൊരു രഥം തന്നിട്ടുണ്ടോ? നമുക്ക് ആ രഥത്തെ കുറിച്ചറിയാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 2 രാജാ 2-ന്റെ 11-ാമത്തെ വാക്യത്തിൽ ഈ ലോക ശക്തികളെ ജയിക്കുവാൻ നമുക്കൊരു രഥമുണ്ടോ, ഒരു കുതിരപ്പടയുണ്ടോ? അഗ്നിരഥങ്ങളും അഗ്നാക്ഷങ്ങളും വന്നു. വായിക്കണം. 2 രാജാ 2-ന്റെ 11-ാമത്തെ. അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്നി അശ്വങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി. അഗ്നിരഥങ്ങളും അഗ്നി അശ്വങ്ങളും വന്നു. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെ, ആ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ അരുതോ, നിങ്ങൾ സംശയിക്കരുതോ. നിങ്ങളെ കൊണ്ട് ദൈവത്തിനോ ചെയ്യിക്കുവാൻ കഴിയും. നിങ്ങളിൽ കൂടെ പരിശുദ്ധാത്മാവാകുന്ന അഗ്നി, ദൈവകൃപ നമ്മിൽ പ്രവേശിക്കുമ്പോൾ എന്നെ കൊണ്ട് സാധിക്കും. അതാണിപ്പോൾ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം. ഈ കീടത്തെ ഇന്നോ നീക്കുവാൻ നമ്മുടെ യേശുപ്പച്ചൻ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇങ്ങനെയുള്ളതായ കീടങ്ങളെ നശിപ്പിക്കുക, നീക്കുക. പക്ഷെ ഒരു കാര്യം, ഇതിനെ നാം നീക്കണമെങ്കിൽ നമുക്ക് ഇത് ഒരു ദുഃഖമായി തോന്നണം. നെഹമ്യാവിന്റെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അതെനിക്കോ അത്യന്തം വ്യസനമായി തോന്നി. അത് എനിക്ക് അത്യന്തം വ്യസനമായതുകൊണ്ട് ഞാൻ തോബിയാവിന്റെ വീട്ടുസാമാനങ്ങൾ അറയിൽ നിന്ന് പുറത്ത് എറിഞ്ഞു കളഞ്ഞു. യേശുവപ്പച്ചൻ നമ്മെ അനുഗ്രഹിക്കണമെങ്കിൽ, യേശുവപ്പച്ചൻ നമ്മെ വിടുവിക്കണമെങ്കിൽ നമുക്കത് അത്യന്തം വ്യസനമായി, ദുഃഖമായി തോന്നേണം. വ്യസനമായി തോന്നിയാൽ പോരാ, ദുഃഖമായി തന്നെ തോന്നണം. കർത്താവേ, ഈ അനുസരണക്കേടോ അതെനിക്കൊരു വ്യസനമാണ്. അതുകൊണ്ടാണോ 139-ാം സങ്കീർത്തനം 24-ാം വാക്യത്തിൽ കാണുന്നു, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി എന്നെ ശാശ്വതമായ മാർഗത്തിൽ നടത്തേണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ഒരിക്കൽ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഒരു സമ്മേളനത്തിൽ ഇപ്രകാരം പറഞ്ഞു. നമ്മുടെ സ്റ്റേജിൽ എന്തോ നാറുന്നല്ലോ. അനേക വ്യക്തികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്തോ ഒരു നാറ്റം, എലി ചത്തതുപോലെ ഒരു നാറ്റം. അപ്പോൾ ആരോ പറഞ്ഞു, സാർ അത് ഇന്ന വ്യക്തിയുടെ കാലിൻ്റെ സോക്സിലെ നാറ്റമാണ്. അദ്ദേഹത്തെ വിളിച്ച് സ്നേഹത്തിൽ വിളിച്ചു പറഞ്ഞു, ദയവായി പുറത്തു പോയി അത് മാറ്റി. അദ്ദേഹം പുറത്തു പോയി ആ സോക്സ് ഊരി മാറ്റി. വീണ്ടും വന്നിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ വീണ്ടും നാറ്റം വരികയാണ്. അപ്പോൾ ചോദിച്ചു, താങ്കൾ ആ സോക്സ് മാറ്റിയില്ലേ? അതെ സാറേ, സോക്സ് മാറ്റി. ഷർട്ടിൻ്റെ പോക്കറ്റിൽ എടുത്തോ? കാണിച്ചു കൊടുത്തു. കാലിൽ നിന്ന് മാറ്റി ശരിയാണ്. പിന്നെ എവിടേക്ക് പോയി? ഷർട്ടിന്റെ പോക്കറ്റിലേക്ക് ഇട്ടു. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി എന്നെ ശാശ്വതമായ മാർഗത്തിൽ നയിക്കണമേ. ആകയാൽ നമ്മുടെ മുൻപോട്ടുള്ള ആത്മീകമായ ഓട്ടത്തിന് എതിരെ ഏതെങ്കിലും രഥത്തിൻ്റെയോ അതേ താളങ്ങളുണ്ടെങ്കിൽ അതിനെ അവിടുന്ന് സന്ദർശിക്കണമേ, ആ കീടത്തെ മാറ്റണമേ. ഇവിടെ എന്നെ ചിന്തിപ്പിച്ച് എന്നെ സന്തോഷിപ്പിച്ചൊരു വിഷയം, തമ്പുരാൻ യേശുപ്പച്ചൻ നോക്കി. എങ്ങനെ നോക്കിയെന്നറിയാമോ? നോക്കിയിട്ട് നമ്മുടെ സഭയിലെ ഒരു അപ്പച്ചൻ പറഞ്ഞു,
ഏൺ ഇങ്ങോട്ടാണെങ്കിൽ കോൺ അങ്ങോട്ട്. മുണ്ട് കൊടുക്കാൻ നേരത്തോ ഏൺ ഇങ്ങോട്ടാണെങ്കിൽ കോൺ അങ്ങോട്ടാണ്. അതുവരെ രണ്ടു ചക്രങ്ങളും ഒരുമിച്ചാണ് ഉരുണ്ട് വന്നത്. തമ്പുരാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ, കർത്താവ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ താളങ്ങളെ ദൈവം തെറ്റിച്ചുവെങ്കിൽ നമ്മുടെ കരങ്ങൾ കുട്ടികൾ ഉയർത്തി ധൈര്യത്തോടെ പറയണം. മാതാപിതാക്കൾ, അധ്യാപകർ ഉയർത്തിക്കൊണ്ട് പറയണം, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വിരോധമായി, തലമുറകൾക്ക് വിരോധമായി, എൻ്റെ കുടുംബത്തിന് വിരോധമായി, ദൈവസഭയ്ക്ക് വിരോധമായി ഉരുളുന്ന രണ്ട് ചക്രത്തിന്റെ താളത്തെ മാറ്റുവാൻ ദൈവത്തിന് അധികാരമുണ്ടോ, ശക്തിയുണ്ടോ? സന്തോഷത്തോട് നമുക്കൊരു നിമിഷം കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. കർത്താവേ, ആ കീടത്തെ മാറ്റുവാൻ, സ്തോത്രം, ആ കീടത്തെ മാറ്റുവാൻ അവിടുന്ന് ശക്തനാകുന്നു, അശക്തനാകുന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ സഹായിപ്പാൻ, എന്നെ സഹായിപ്പാൻ അവിടുന്ന് അഗ്നിരഥങ്ങൾ, അഗ്നിയശ്വത്തെ എനിക്ക് വേണ്ടി ഇറക്കിയിരിക്കുന്നു. അവിടുന്ന് എനിക്ക് വേണ്ടി, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇന്ന് പകൽക്കാലം ഈ കീടത്തെ നാം മാറ്റി ജയമെടുത്തവരായി മടങ്ങിപ്പോകുവാൻ വലിയവനായും ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, പാപം നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു. പാപം വാതിൽക്കൽ കിടക്കുന്നു. അതിന്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം. പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കേ. ഒരു സ്ഥലത്ത് കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ പുറത്തെ സഭയിൽ നിന്നും നമ്മുടെ കൂട്ടായ്മയിലേക്ക് വന്ന ഒരു ശുശ്രൂഷകനുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, ബ്രദറെ, പലരും ഇങ്ങനെ പറയുന്നു, ശത്രുവിന്റെ തലയെ ക്രൂശിൽ യേശുവപ്പച്ചൻ തകർത്തു, സാത്താന്റെ തലയെ ക്രൂശിൽ കർത്താവ് തകർത്തു. ഞാൻ പറഞ്ഞു, നാം അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു 2 വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചു. അതിൽ ഒരാൾ മരിച്ചു. മരിച്ച വ്യക്തി പിന്നെ നാളെ അടുത്ത പത്രത്തിൽ വരുന്നത് എന്താണോ, ഇന്ന സംഭവം മൂലം ഇന്ന വ്യക്തി ഇന്ന സ്ഥലത്ത് അപകടത്തിൽ മരിച്ചു. ഞാൻ ചോദിക്കുന്നു, അദ്ദേഹം ചോദിച്ചു, സാത്താന്റെ തല ക്രൂശിൽ യേശു തകർത്തെങ്കിൽ അവൻ മരിച്ചു, അവൻ ചത്തെങ്കിൽ പിന്നെ വീണ്ടും പരീക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ പറയുന്നു ക്രൂശിൽ അവന്റെ തല തകർത്തെങ്കിൽ അവൻ ചത്തു, അവൻ മരിച്ചെങ്കിൽ എന്തുകൊണ്ട് അടുത്ത നിമിഷം അവൻ വീണ്ടും പരീക്ഷയുമായി വരുന്നു? ഞാൻ പറഞ്ഞു, അതേ ദൈവദാസനെ, അവന്റെ ക്രൂശിൽ തല തകർത്തു എന്ന് പറഞ്ഞാൽ അവന്റെ പദ്ധതി പൊളിഞ്ഞു എന്നുള്ളതാണ്. ലോകമുള്ള കാലത്തോളം അവൻ ഊടാടിക്കൊണ്ടിരിക്കുമെന്നാൽ ഏത് വിഷയത്തിൽ അവൻ പരാജയപ്പെടുത്താൻ നോക്കിയോ ആ വിഷയത്തിൽ അവന്റെ തലയെ ക്രൂശിൽ യേശു തകർത്തു. ഹല്ലേലൂയ. തല തകർത്തു എങ്കിലും അവന്റെ ആഗ്രഹം വീണ്ടും നമ്മിലേക്ക് വരണം. പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു. ദൈവമക്കൾ പ്രാർത്ഥനയ്ക്ക് കയറിയപ്പോൾ ചെരുപ്പൂരി പുറത്തിട്ടിട്ടാണ് വന്നതോ, ആ ചെരുപ്പ് കാത്തു കിടക്കുക. ആരെ കാത്തു കിടക്കുന്നു? എൻ്റെ ഉടമസ്ഥൻ. ഇതുവരെയും എന്നെ ചുമന്ന ആ വ്യക്തി വരും. ഇതുപോലെ അവൻ വാതിൽക്കൽ തന്നെ കിടക്കുന്നു. വീണ്ടും അതിനെ നാം പരാജയപ്പെടുത്തണം, അതിനെ നാം ജയിക്കണം. എൻ്റെ പ്രസംഗത്തിൽ ഇങ്ങനെയാണ് കേട്ടത്. ഒരു വ്യക്തി കടയിൽ പോയി ഒരു ജോഡി ചെരുപ്പ് വാങ്ങി വന്നപ്പോൾ ചെരുപ്പിനോ നീളം കൂടുതലോ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എങ്ങനെയാണോ ചെരുപ്പിന് നീളം കൂടുതലോ, ചെരുപ്പ് മുറിക്കുമോ? ശരി. വീണ്ടും കടയിൽ പോയപ്പോൾ മറ്റൊരു ചെരുപ്പ് വാങ്ങി, ചെരുപ്പിന് നീളം കുറവോ, അപ്പോൾ കാൽപാദം മുറിക്കുമോ? ഒന്നുകിൽ ചെരുപ്പിന് നീളം കുറയ്ക്കണം, അല്ലെങ്കിൽ
കാൽപാദത്തിന്റെ നീളം കുറയ്ക്കണം. ഏതാണ് നല്ലത്? ഉത്തരം പറഞ്ഞു, രണ്ടും മുറിക്കേണ്ട, കാലിന് ഏറ്റ ചെരുപ്പ് നോക്കി വാങ്ങിയാൽ മതി. പാപം വാതിൽക്കൽ കിടക്കുന്നു, അത് എനിക്ക് പറ്റിയതാണോ, അത് എനിക്കുള്ളതാണോ, അത് എനിക്ക് ആവശ്യമുള്ളതാണോ? ഇല്ല എങ്കിൽ അതെനിക്ക് വേണ്ട, എനിക്ക് യോജിച്ചത് മാത്രം മതി. ഹല്ലേലൂയ. കീടങ്ങൾ നമ്മെ നശിപ്പിക്കുവാൻ, നമ്മെ തകർക്കുവാൻ, നമ്മെ ഇല്ലായ്മ ചെയ്യുവാൻ പല കീടങ്ങൾ ഈ ദുഷ്ടനായ പിശാചോ കൊണ്ടുവരുമ്പോൾ നാം ഒരു പ്രമാണം, ഞാനും കുഞ്ഞുങ്ങളും ഒരു പ്രമാണം വെക്കണം. അതുകൊണ്ടാണ് യിരെമ്യാവിന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ കാണുന്നു, ഞാൻ സമുദ്രത്തിനോ ഒരു പ്രമാണം വെച്ചു, മണൽ കൊണ്ട് അതിരിട്ടു, അതൊരു നിത്യപ്രമാണമായിരുന്നു, നിനക്ക് ഇവിടം വരെ വരാം. 5-ന്റെ 22-ാമത്തെ വാക്യം. നിങ്ങൾ എന്നെ ഭയപ്പെടുകയില്ലയോ, എന്റെ സന്നിധിയിൽ വിറയ്ക്കുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ കടലിന് കവിഞ്ഞുകൂടാതെ വണ്ണം നിത്യപ്രമാണമായി മണൽ അതിരാക്കി വെച്ചിരിക്കുന്നു. തിരകൾ അലച്ചാലും സാധിക്കുകയില്ല, എത്ര തന്നെ ഇരച്ചാലും അതിർ കടക്കുകയില്ല. കാരണം ഒരു നിത്യപ്രമാണമാണ്. കുഞ്ഞുങ്ങൾ, യൗവനക്കാരായ കുട്ടികൾ അറിയണം, കർത്താവേ, പാപം വാതിൽക്കൽ കിടക്കുന്നു, അത് എന്നെ കീഴ്പ്പെടുത്തുവാൻ വരുമ്പോൾ ഒരു നിത്യപ്രമാണം, കടലിനോ ദൈവം ഒരു അതിര് വെച്ചുവെങ്കിൽ അത് കവിയുവാൻ കഴിയാത്തൊരു നിത്യപ്രമാണമാകുന്നുവെങ്കിൽ, ഞാൻ ആയിരിക്കുന്ന സ്ഥാനത്തോ, എൻ്റെ കോളേജ് ജീവിതത്തിൽ, എൻ്റെ സ്കൂൾ ജീവിതത്തിൽ, എൻ്റെ ജോലി സ്ഥാനത്തോ, ഞാൻ എവിടെയായിരുന്നാലും ഒരു നിത്യപ്രമാണത്തിൻ്റെ ഉള്ളിൽ ജീവിക്കും. ഹല്ലേലൂയ. ഈ കീടം എന്നെ കീഴ്പ്പെടുത്തുവാൻ ഞാൻ അനുവദിക്കുകയില്ല. പാപം ഒരു കീടമാണ്, അതെന്നെ നശിപ്പിക്കാൻ അനുവദിക്കുകയില്ല. ഒരു നിത്യപ്രമാണത്തിൻ്റെ ഉള്ളിലാണ് എൻ്റെ കർത്താവ് എന്നെ കൊണ്ടുവന്നിരിക്കുന്നതോ. സ്തോത്രം. ഇവിടെ പ്രശ്നങ്ങൾക്ക് ആത്മാവിൽ നിറയിച്ചപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ തുള്ളിച്ചാടി ഉരുണ്ടോ മറിയുന്ന ആ ഒരു കാഴ്ച കണ്ടപ്പോൾ സന്തോഷം തോന്നി. നമുക്കൊരു ചീഫ് ഫാസ്റ്റ് അപ്പച്ചൻ ഉണ്ടായിരുന്നു, VG ശമൂവേൽ അപ്പച്ചൻ. ആ അപ്പച്ചൻ ഇടയ്ക്കിടയ്ക്ക് മാസയുഗത്തിൽ പറയാറുണ്ടായിരുന്നു, ഇപ്പോൾ പിടിച്ച മീനുകളിൽ ചിലത് കൊണ്ടുവരുവേ, ഇപ്പോൾ പിടിച്ച മീനുകളിൽ ചിലത് കൊണ്ടുവരുവേ. എന്താണ് ഇപ്പോൾ പിടിച്ച മീനിൻ്റെ പ്രത്യേകത? അപ്പച്ചൻ പറയും, ഒന്ന് പിടയ്ക്കും, ഒന്ന് തെറിക്കും, ഒന്ന് ചലിക്കും. പല കുട്ടികളും ഇപ്പോൾ പിടിച്ച മീനിനെ പോലെ ആത്മാവിൽ സന്തോഷിച്ചു. നാം ഈ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നതിന് മുൻപേ ഇതുവരെയും ശരിക്കും ആത്മാവിൽ നിറയാത്ത കുട്ടികൾ, യൗവനക്കാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നാം ശരിയായിട്ടൊന്ന് ആത്മാവിൽ നിറഞ്ഞു, കർത്താവേ, നിത്യപ്രമാണത്താൽ ദൈവം സമുദ്രത്തിന് അതിര് വെച്ചുവെങ്കിൽ ഞാൻ പറയുന്നു, പാപമേ, നിനക്കെന്നെ തൊടുവാൻ കഴിയുകയില്ല. വാതിൽക്കൽ നീ കിടന്നോട്ടെ, പക്ഷെ നിനക്കെന്നെ കീഴ്പ്പെടുത്തുവാൻ കഴിയുകയില്ല. നമുക്ക് മറ്റൊരു ചീഫ് ഫാസ്റ്റ് അപ്പച്ചൻ ഉണ്ടായിരുന്നു, AC തോമസ് അപ്പച്ചൻ. ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, കണ്ടതായ പല പിതാക്കന്മാർ മാതാക്കളൊക്കെ ഇവിടെയുണ്ടോ. ആ അപ്പച്ചനോട് ആരോ വന്ന് പറഞ്ഞു, അപ്പച്ച, പോരാട്ടം കാരണം ജീവിക്കാൻ കഴിയുകയില്ല. അപ്പച്ചൻ പറഞ്ഞു, പോരാട്ടം അവിടെ നടക്കട്ടെ, നിന്റെ വീടിന്റെ പുറത്തുകൂടെ കാക്ക പറക്കും, അത് പറക്കട്ടെ. നിന്റെ പറമ്പിൽ കൂടെ കാക്ക പറക്കും, നീ അവിടെ ഒന്നും തടയാൻ പോകണ്ട, പറന്നോട്ടെ. നിന്റെ തലയുടെ മീതിൽ കൂടെ കാക്ക പറക്കും, വീട്ടിൽ കൂടെ പുറത്തുകൂടെ പറക്കും, പറമ്പിൽ കൂടെ പറക്കും, തലയ്ക്ക് മീതെ കൂടെ പറക്കും. എന്നാൽ കുഞ്ഞെ, നീ നിന്റെ തല കൊണ്ട് കാക്കയ്ക്ക് വെച്ചു കൊടുക്കും, അത് പറന്നു. പോരാട്ടമുണ്ടാകും,
പാപം നമ്മെ കീഴ്പ്പെടുത്താൻ വേണ്ടി അവൻ മുഴുശക്തിയോടെ പോരാടും. അവൻ പോരാടട്ടെ, അവൻ അവസാനം വരെ പോരാടട്ടെ. എന്നാൽ ഒരു നിത്യ പ്രമാണത്താൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, യേശുവിന്റെ രക്തത്താൽ, വചനത്താൽ ഞാൻ ഇവനെ ജയിക്കും. ഹല്ലേലൂയ. ആകയാൽ ഈ പാപമാകുന്ന കീടത്തെ നമുക്ക് ഇന്നത്തെ ഈ യൂത്ത് ക്യാമ്പിൽ, ഈ മീറ്റിംഗിൽ അതിനെ നമുക്ക് നീക്കി യേശുപ്പച്ചനാകുന്ന രാജാവോ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാൻ, ആ സിംഹാസനം ഉറപ്പിക്കുവാൻ നമ്മെ പൂർണ്ണമായും സമർപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന് സ്തോത്രം. അടുത്തതായി നാം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, പുറപ്പാട് 3-ന്റെ 5-ാം വാക്യം. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളക എന്ന് കൽപ്പിച്ചു. കാലിൽ നിന്നു ചെരുപ്പഴിച്ചു കളക. ഇതൊരു കീടമാണ്. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ്. പ്രിയ കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ, ദൈവം നമ്മെ ഒരു വിശുദ്ധമായ സ്ഥലത്ത് കൊണ്ടുവന്നു. തൃത്വദൈവം വസിക്കുന്ന ഈ സ്ഥലം ഇതൊരു വിശുദ്ധമായ കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയിൽ ഏതെങ്കിലും അഴിച്ചു വയ്ക്കുവാൻ, അഴിച്ചു മാറ്റുവാൻ ഏതെങ്കിലും ഉണ്ടെങ്കിൽ യേശുപ്പച്ചൻ നമ്മോട് പറയുന്നു, അതിനെ നീ നീക്കുക. ഇത് വിശുദ്ധമായ ഭൂമിയാണ്. പല ഇവിടെയുള്ള നമ്മുടെ പൊന്നൂർ സെൻ്ററിലെ കുട്ടികളൊക്കെ നല്ല ആത്മീയരായ കുഞ്ഞുങ്ങളാണ്. എന്നോട് പല മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ട്, അയ്യോ കുടുംബത്തിന് പേര് ദോഷം വരുത്താൻ, സഭയ്ക്ക് പേര് ദോഷം വരുത്താൻ ഇങ്ങനെ ഒരു വ്യക്തിയെ കുടുംബത്തിൽ ദൈവം തന്നല്ലോ. മാതാപിതാക്കൾ വാർദ്ധക്യത്തിൽ വേദനയോടെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? സ്തോത്രം. കർത്താവ് നമ്മെ ഒരു വിശുദ്ധമായ കൂട്ടായ്മയിൽ കൊണ്ടുവന്നു. നമുക്ക് ദൈവം വിശുദ്ധന്മാരെ തന്നു, അപ്പച്ചന്മാരെ തന്നു, അമ്മച്ചിമാരെ തന്നു, അധ്യാപകരെ, ഗുരുക്കന്മാരെ തന്നു, ഭക്തരായ മാതാപിതാക്കളെ നൽകി. ആകയാൽ ഈ വിശുദ്ധ ഭൂമിയിൽ, ഈ വിശുദ്ധ കൂട്ടായ്മയിൽ നാം ജീവിക്കുമ്പോൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും സ്വഭാവങ്ങൾ, അനുസരണക്കേടോ, ദൈവഭയമില്ലാത്ത വിഷയങ്ങളോ, സ്തോത്രം. കുട്ടികളൊക്കെ ബൈബിൾ വായിച്ചു, ഇന്ന് ബൈബിൾ വായിച്ചു എന്ന് വിശ്വസിക്കുന്നു, പ്രാർത്ഥിച്ചു എന്ന് വിശ്വസിക്കുന്നു. ബൈബിൾ വായന കുറവോ, പ്രാർത്ഥന കുറവോ, മറ്റേതെങ്കിലും ജീവിതത്തിൽ പോരായ്മകൾ, കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന വിഷയമാണ്. കർത്താവേ, ഞാൻ സമ്മതിക്കുന്നു, തിരുമുൻപാകെ സമ്മതിക്കുന്നു. നാം ദൈവത്തോട് ഏറ്റു പറയുമ്പോൾ കർത്താവ് നമ്മുടെ കുറവുകളെല്ലാം ക്ഷമിച്ചോ, നമ്മിൽ നിന്നും നീക്കേണ്ടതിനെ നീക്കി നമ്മെ ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 4-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഒരു ഭക്തനായ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നു, ദൈവമേ, എൻ്റെ അതിർ വിശാലമാക്കി എന്നെ നിശ്ചയമായി നീ അനുഗ്രഹിക്കണമേ. ഇസ്രായേലിന്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ചു എന്നെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ എന്റെ അതിർ വിശാലമാക്കണം. ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന സകല കുട്ടികൾ പറയണം, കർത്താവേ, എന്റെ അതിരിനെ വിശാലമാക്കണം. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഒരു ചെറിയ കുട്ടി കണ്ണുനീരോട് പ്രാർത്ഥിച്ചു. ഞാൻ ചോദിച്ചു, എന്താ മകനെ? യേശുപ്പത്തിന്റെ സ്നേഹം കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. കണ്ണുനീരോ പ്രാർത്ഥന അതൊരു അതിര് വിശാലമാക്കേണ്ട വിഷയമാണ്. ഈ യൂത്ത് ക്യാമ്പിൽ, ക്ഷമിക്കണം, ഈ യൂത്ത് മീറ്റിങ്ങിൽ ഞാൻ പ്രാർത്ഥനയാകുന്ന എൻ്റെ അതിരോ വിശാലമാക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ കുട്ടികൾ സന്തോഷത്തോടൊന്ന് കരമുയർത്തി പിടിക്കാമോ? ആരെ നോക്കരുതോ? സ്തോത്രം. ആ വിൻസ്റ്റൺ ചർച്ചിൽ എന്ന് പറയുന്ന മഹാൻ പറഞ്ഞതുപോലെ നിങ്ങളെ കൊണ്ട് കഴിയും, കൃപയാൽ കഴിയും. കർത്താവേ, എൻ്റെ പ്രാർത്ഥനാ ജീവിതമാകുന്ന അതിരോ ഞാനൊന്ന് വിശാലമാക്കുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കണ്ണുനീരിൻ്റെ അതിന് ഞാൻ ഒന്ന് വിശാലമാക്കുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ബൈബിൾ വായന,
ഈ ബൈബിൾ വായനയാകുന്ന അതിരോ ഞാനൊന്ന് വിശാലമാക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. നമുക്ക് ഇരിക്കുന്ന അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ ബൈബിൾ വായിച്ച് നമ്മെ കേൾപ്പിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തവരാണ്. ഒരു അമ്മച്ചി ഞായറാഴ്ച സാക്ഷ്യത്തിൽ എഴുന്നിട്ട് പറഞ്ഞു, എന്നെ സന്തോഷിപ്പിച്ചൊരു വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം ലോകസഭയിൽ നിൽക്കുന്നു. ലോകസഭയിൽ, ദേവസഭയിൽ തെറ്റിപ്പോ. അങ്ങനെ അമ്മച്ചി പത്രം എടുത്താലോ ഈ വാർത്ത രാഷ്ട്രീയവും പിന്നെ ലോകത്തിലെ ചരിത്രങ്ങളൊക്കെ ലോക്സഭ, നിയമസഭ, രാജ്യസഭ, പാർലമെന്റ് ഇതൊക്കെ ഉള്ളിലിരുന്നപ്പോൾ അറിയാതെ വന്നതുമാണ് ദൈവം ദേവസഭയിൽ നിൽക്കുന്നെന്നുള്ളത്. തിരിഞ്ഞു പോയി ലോക്സഭ. അവിടെ ദൈവം ഇല്ലെന്നല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു വചന വായനയാകുന്ന അതിരും കർത്താവേ വിശാലമാക്കുകയാണ്. കരകീർത്തി പിടിക്കാമോ കുട്ടികൾ? സന്തോഷത്തോടെ. ഈ വചനമാണ് നമ്മെ നിത്യതയിൽ കൊണ്ടുപോയി എത്തിക്കുന്നതോ. സ്തോത്രം. മൂന്നാമതായി പരിശുദ്ധാത്മാവാകുന്ന അഭിഷേകം പ്രാപിക്കുന്ന ആ അതിര് ഞാനൊന്ന് വിശാലമാക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, ഒരു ഭക്തൻ ഇങ്ങനെയാണ് പറഞ്ഞത്. ഒരു കാത്തിരിപ്പ് കൂട്ടത്തിൽ ഒരു അപ്പച്ചൻ പറഞ്ഞു, ചില പാറക്കെട്ടിന്റെ പുറത്തുകൂടെ വെള്ളം ഇങ്ങനെ നന്നായിട്ട് ഒഴുകും, നല്ല തിളക്കത്തോട് ഒഴുകും. പക്ഷെ ആ വെള്ളം ഒഴുകുന്ന ഭാഗം ഉടച്ചു നോക്കിയാൽ ഒരു തുള്ളി വെള്ളം പോലും അകത്ത് കാണുകയില്ല. എന്നാൽ വചനം പറയുന്നു, യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തു നിന്റെ വിശപ്പടക്കി നിന്നെ നനവുള്ള തോട്ടം പോലെയാക്കും. യെശയ്യ 58:11 വാക്യമാണെന്ന് തോന്നുന്നു. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തി നീ നനവുള്ള തോട്ടം. കർത്താവേ, പരിശുദ്ധാത്മാവാകുന്ന വെള്ളത്താൽ എൻ്റെ അതിരിനെ ഒന്ന് വിശാലമാക്കണം, നനവുള്ള തോട്ടമായി മാറ്റപ്പെടണം. നാം ഈ യോഗം അവസാനിപ്പിക്കുന്നതിന് മുൻപേ അല്പസമയം കൂടെ നാം കുഞ്ഞുങ്ങൾ, യൗവനക്കാരുടെ ഈ മക്കളെല്ലാവരും ചേർന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ പ്രാപിക്കുന്ന ആ അതിര് ഒന്ന് വിശാലമാക്കുവാൻ ആഗ്രഹിക്കുന്നു. നാം പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കുകയല്ല, പരിശുദ്ധാത്മാവ് നമ്മെ നിയന്ത്രിക്കണം. കർത്താവേ, എൻ്റെ അതിനെ വിശാലമാക്കണം. പല കീടങ്ങളെ നശിപ്പിക്കുവാൻ കാത്തിരിക്കുന്നു. പാപം വാതിൽക്കൽ കിടക്കുന്നു. പല ചെരുപ്പുകൾ ഞാൻ ധരിച്ചുകൊണ്ടാണ് വന്നത്. ആ ചെരുപ്പുകൾ നീക്കപ്പെടണം. ഈ പാപത്തെ എനിക്ക് ജയിക്കണം. പല രഥചക്രങ്ങൾ എനിക്കെതിരെ ഉരുളുമ്പോൾ അതിനെ ജയിക്കുവാൻ അവിടുത്തെ അത്യന്ത ശക്തിയാൽ മാത്രമേ കഴിയുകയുള്ളൂ. ട്രെയിനിങ് മാസ്റ്റർ ആയിരുന്ന അടുതല ജോണിച്ചായി കർത്താവിൽ നിന്ദിനെ പ്രാപിച്ചു. ഒരു ദിവസം ക്ലാസ് എടുക്കുമ്പോൾ ചെന്നൈയിൽ ഒരു വിശ്വാസി പെൺകുട്ടി ജോലിക്ക് പോയിട്ട് മടങ്ങി വരുന്ന വഴിയിൽ ചില വ്യക്തികൾ ആ പെൺകുട്ടിയെ ആക്രമിക്കുവാൻ വേണ്ടി വന്നു. അപ്പോൾ ബസ് ലഭിക്കാതെ ഇങ്ങനെ സന്ധ്യാനേരത്ത് എന്നും വരുന്ന ബസ് കിട്ടിയില്ല. സമയം തെറ്റി കാത്തിരിക്കുമ്പോൾ ചില പ്രയാസങ്ങൾ, പന്തികേടുകൾ തോന്നിയപ്പോൾ അവൾ ഉള്ളം നൊന്ന് കരഞ്ഞു, കർത്താവേ രക്ഷിക്കണമേ, കൈകൂപ്പി പ്രാർത്ഥിച്ചു. ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകുവാൻ 25, 30, 40 കിലോമീറ്റർ ഉണ്ടോ. കൈകൂപ്പി പ്രാർത്ഥിച്ചു. ഏതോ ഒരു ശക്തി വന്ന് അവിടെ എടുത്തു. കണ്ണു തുറന്നപ്പോൾ ആരോ ഷോളിൽ തട്ടി. നോക്കുമ്പോൾ അവർ വീട്ടുമുറ്റത്ത് നിൽക്കുകയാണ്. വാതിൽ തുറന്നിട്ടിരിക്കുന്നു. മകളെ കയറി പോകാൻ പറഞ്ഞു. ഇത് കഥയല്ല, ഒരു അനുഭവം, സംഭവമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ദുഷ്ടലോകത്തിൽ, ഈ പാപലോകത്തിൽ പരിശുദ്ധാത്മാവാകുന്ന അതിര് വിശാലമാക്കുമ്പോൾ നമുക്ക് ഈ ശത്രുവിന്റെ രഥചക്രങ്ങളെ ജയിക്കുവാൻ കഴിയും. കർത്താവേ, എൻ്റെ ആത്മനിറവിന്റെ അതിരിനെ ഒന്ന് വിശാലമാക്കി തീർക്കണമേ. കുട്ടികൾക്ക് കരമുയർത്തി പിടിക്കാം. കർത്താവ്, ഞാൻ ഈ യോഗത്തിൽ വന്നതുകൊണ്ട് മാത്രമായില്ല,
ഞാൻ കേവലം ഒന്ന് കൈയടിച്ചത് കൊണ്ട് മാത്രമായില്ല, ഇരിക്കുന്ന സ്ഥലം മറന്നു സന്തോഷിക്കുന്ന അതിരിനെ ഒന്ന് വിശാലമാക്കി തീർക്കണമേ. ദൈവകൃപയാൽ എന്നെ നിറയ്ക്കണമേ, ദൈവകൃപയാൽ എന്നെ നിറയ്ക്കണമേ. ഒരു വാക്യം കൊണ്ട് വായിച്ചിട്ടോ അവസാനിപ്പിക്കട്ടെ. ചില സമയത്തൊക്കെ വീട്ടില് ഈ വെള്ളത്തിൻ്റെ ആ ടാപ്പ് തുറക്കുമ്പോൾ ചില സമയത്ത് കലങ്ങിയ വെള്ളം വരാറുണ്ടോ? കലങ്ങിയ വെള്ളം വരാറുണ്ടോ? കലക്ക വെള്ളം മാറുമ്പോൾ അല്പം കഴിയുമ്പോൾ നല്ല വെള്ളം കടന്നു വരുന്നു. റോമാലേഖനം 5-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. 5-ാം വാക്യം. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ. ദൈവത്തിന്റെ പേര് സ്നേഹം, ദൈവസ്നേഹം തന്നെ. അങ്ങനെയാണെങ്കിൽ സ്നേഹമാകുന്ന ദൈവത്തെ നമ്മിലേക്ക് കൊണ്ടുവരുന്നതോ പരിശുദ്ധാത്മാവാകുന്ന വെള്ളം മുഖേനയാണ്. ഈ നല്ല തെളിഞ്ഞ വെള്ളം നമ്മിലേക്ക് ടാപ്പിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കലങ്ങിയ വെള്ളം മാറ്റപ്പെടുന്ന പോലെ ദൈവസ്നേഹത്തെ പരിശുദ്ധാത്മാവിനാൽ നമ്മിലേക്ക് പകരുമ്പോൾ നമ്മിൽ കിടക്കുന്ന കലങ്ങിയതൊക്കെയും എല്ലാ ദോഷങ്ങളും സകല മലിനതകൾ എല്ലാ കീടങ്ങളും നമ്മെ വിട്ടോ നാം ഒരു പുതിയ സൃഷ്ടിയായി തീരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കുട്ടികളെ, യൗവനക്കാരെ, ദൈവമക്കളെ, നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം അടയ്ക്കുക. സ്തോത്രം. ഇപ്പോൾ നാം ഒരു 5 മിനിറ്റ് ദൈവസന്നിധിയിൽ നന്നായിട്ടൊന്ന് ആത്മാവിൽ നിറഞ്ഞ സൗഖ്യമുള്ള കുട്ടികൾക്ക് മുഴങ്കാലിൽ മടക്കി